1,00,000 കോടിയുടെ ആയുധ കരാറിന് തയ്യാറെടുക്കുകയാണ് ഭാരതം. പാക് അതിർത്തിയിൽ വിന്യസിക്കുന്നതിനായി തദ്ദേശീയ മിസൈൽ സംവിധാനം തയ്യാറാക്കും. 3 ചാരവിമാനങ്ങൾ വാങ്ങുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നാവികസേനക്കായി മൈനുകളും ഭാരതം വാങ്ങും. AS ശ്രീകാന്ത് തുടരുന്നു ഡൽഹിയിൽ നിന്ന്. ശ്രീകാന്ത്, 1,00,000 കോടിയുടെ ആയുധ കരാറിനാണ് ഭാരതം തയ്യാറെടുക്കുന്നത്. മാത്രവുമല്ല 3 ചാര വിമാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ? രാജ്യസുരക്ഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ നിരവധിയായ നീക്കങ്ങൾ നടത്തിയിരുന്നു. പ്രതിരോധ മന്ത്രാലയം വിവിധ കരാറുകൾക്ക്, ആയുധ കരാറുകൾക്കാണ് ഈ കാലഘട്ടത്തിൽ ഇതുവരെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അനുമതി നൽകിയത്. 2,000 കോടിയുടെ കരാർ ഒപ്പിട്ട് അധിക സമയം ആയിട്ടില്ല. ഇതിനിടയിൽ ഇതാ 1,00,000 കോടിയുടെ ആയുധ ഇടപാടിനാണ് തയ്യാറെടുക്കുന്നത്. തദ്ദേശീയ മിസൈൽ സംവിധാനം തയ്യാറാക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചത്. DRDO വികസിപ്പിച്ച സർഫസ് ടു എയർ മിസൈലുകൾ ഉണ്ട്. പാക് അതിർത്തിയിൽ അത് സ്ഥാപിക്കുന്നതിന് നിലവിൽ കരാർ ഒപ്പിടും എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ 3 ചാരവിമാനങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. അത് എയർഫോഴ്സിന് വേണ്ടിയാണ് ഈ 3 ചാരവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത്. നാവികസേനയ്ക്കായി മൈനുകൾ വാങ്ങാൻ, അതായത് ഈ അന്തർവാഹിനികൾ ഉൾപ്പെടെ തകർക്കുന്നതിന്, ശത്രുക്കളുടെ അന്തർവാഹിനികൾ ഉൾപ്പെടെ തകർക്കുന്നതിനുള്ള മൂർ മൈനുകൾ അത് വാങ്ങാനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ. അതോടൊപ്പം സുഖോയ് 30 വിമാനങ്ങൾ അത് പരിഷ്കരിക്കുന്നതിനും വേണ്ടി തുക വകമാറ്റി വയ്ക്കുന്നുണ്ട്, തുക വകയിരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 1,00,000 കോടിയുടെ ഈ പ്രതിരോധ കരാർ എന്ന് പറയുന്നത് നിസ്സാര തുകയല്ല. സമൂലമായ അഴിച്ചുപണി സുരക്ഷാ സേനകളുടെ കാര്യത്തിലുണ്ടാകും, അത് ടെക്നിക്കൽ പരമായും ഉണ്ടാകും, അതോടൊപ്പം തന്നെ പുതിയ ആയുധങ്ങൾ വാങ്ങുന്ന കാര്യത്തിലും ഉണ്ടാകും. ശരി.